ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പേര് ജിനില ജി. ഞാൻ കൊല്ലം ജില്ലയിലെ ഫാത്തിമ മാതാ നാഷണൽ കോളേജിലെ BSc ബോട്ടണി ഫസ്റ്റ് ഇയർ വിദ്യാർത്ഥിയാണ്. നിങ്ങളെല്ലാവരും ഇന്നത്തെ ചെടിക്കായി കാത്തിരിക്കുകയാണല്ലേ? ഞാൻ ക്ലൂ തരാം, നിങ്ങൾ തന്നെ ശരി ഉത്തരം കണ്ടുപിടിച്ച് പറയണം. ഒന്നാമത്തെ ക്ലൂ, മേടമാസത്തിൽ ഈ ചെടിയുടെ പൂവ് മലയാളികൾ ധാരാളമായി ഉപയോഗിക്കാറുണ്ട്. രണ്ടാമത്തെ ക്ലൂ, ഈ ചെടിക്ക് ശ്രീകൃഷ്ണ ഭഗവാനായിട്ട് നല്ല ബന്ധമുണ്ട്. അതെ, നിങ്ങളെല്ലാം പറയുന്നത് ശരിയുത്തരമാണ്. കണിക്കൊന്ന, മലയാളികളുടെ സ്വന്തം കണിക്കൊന്ന. ഇനി നമുക്ക് കണിക്കൊന്നയുടെ ശാസ്ത്രീയ നാമം പഠിച്ചാലോ കൂട്ടുകാരെ? കാസിയ ഫിസ്റ്റൂള എന്നാണ് കണിക്കൊന്നയുടെ ശാസ്ത്രീയ നാമം. ഇനി നമുക്ക് കണിക്കൊന്നയുടെ ചരിത്രത്തിലോട്ട് പോകാം. നിങ്ങളിൽ മിക്കവർക്കും അറിയാവുന്നതായിരിക്കും ശ്രീരാമനെ. ശ്രീരാമൻ ബാലിയെ കൊന്നത് ഒരു മരത്തിൻ്റെ പിറകിൽ നിന്നായിരുന്നു. അങ്ങനെ ആ മരത്തിന് കൊന്നമരം എന്ന പേര് ലഭിച്ചു. കൂട്ടുകാരെ, നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കിയ ഒരു നിമിഷം, ഈ പേര് നമുക്കാ ലഭിച്ചിരുന്നെങ്കിലോ? എന്തായിരിക്കും നമ്മുടെ ഇമോഷൻ? നമുക്ക് എന്തായാലും വിഷമമാവും. നമ്മളെപ്പോലെ തന്നെയല്ലേ മരങ്ങളും? അവയ്ക്കും നമ്മളെപ്പോലുള്ള ഫീലിങ്സ് എല്ലാം ഇല്ലേ? അങ്ങനെ കൊന്ന മരത്തിനും വിഷമമായി. അത് വിഷ്ണു ഭഗവാനോട് പ്രാർത്ഥിച്ചു. ഭഗവാൻ പ്രത്യക്ഷപ്പെട്ട് പറഞ്ഞു, എൻ്റെ 8ാം അവതാരമായ ശ്രീകൃഷ്ണൻ നിന്നെ അനുഗ്രഹിക്കും. അങ്ങനെ കൊന്നമരം പ്രാർത്ഥനയിൽ കഴിയവേ ഒരിടത്ത് ഒരു സംഭവം ഉണ്ടായി. ഒരിടത്ത് ഉണ്ണി എന്ന പേരുള്ള ഒരു കൊച്ചു ബാലൻ ഉണ്ടായിരുന്നു. ഇവന് ശ്രീകൃഷ്ണനോട് വളരെ അടുപ്പമായിരുന്നു. അങ്ങനെ ഒരു ദിവസം ശ്രീകൃഷ്ണൻ പ്രത്യക്ഷപ്പെട്ട് ഉണ്ണിക്ക് സമ്മാനമായി പൊന്നരിഞ്ഞാനം നൽകി. അങ്ങനെ അമ്പലത്തിൽ നിന്നും പൊന്നരിഞ്ഞാനം കാണാതെയായി. വീട്ടുകാരും നാട്ടുകാരും ഉണ്ണിയാ മോഷ്ടിച്ചതെന്ന് കരുതി. നമ്മുടെയൊക്കെ വീട്ടിലും കുഞ്ഞു മക്കളില്ലേ, നമുക്കൊക്കെ അവരോട് എന്നാ സ്നേഹമാ. അവരോട് കളിക്കുമ്പോൾ നമുക്കൊരു പോസിറ്റീവ് എനർജി ഫീൽ ചെയ്യുന്ന കണക്കല്ലേ. അവരോട് കളിക്കുമ്പോൾ നമ്മുടെ സന്തോഷവും ഒക്കെ കൂടും, ദുഃഖങ്ങളൊക്കെ മാറും. അവരുടെ ആ കളിയും ചിരിയും കാണുമ്പം ദൈവം അവരോടൊത്ത് കളിക്കുക, ദൈവം അവരെ കളിപ്പിക്കുന്നതൊക്കെ ഉള്ള ഒരു തോന്നൽ നമുക്കുണ്ടാവും. അവരെ നമ്മൾ അടിക്കുകയാണെങ്കിൽ അവർക്കും വിഷമമാവും, അതിനേക്കാൾ ഉപരി നമുക്കും വിഷമമാവും. അവർ ഭയന്ന് വിറയ്ക്കുകയും ചെയ്യും. ഇവിടെ ഈ ഉണ്ണിയും ഭയന്ന് വിറച്ചു. അവൻ പേടിച്ച് ഈ സ്വർണ്ണ അരിഞ്ഞാനം ദൂരേക്ക് എറിഞ്ഞു. ഒന്ന് ചിന്തിച്ച് നോക്കിയേ, ഇതെവിടെയായിരിക്കും ചെന്ന് വീണത്? അതെ, ഇത് ചെന്ന് വീണത് നമ്മുടെ കൊന്നമരത്തിലായിരുന്നു. അങ്ങനെ കൊന്നമരം സ്വർണ്ണ നിറത്തിലുള്ള പൂക്കളാൽ നിറഞ്ഞു. അങ്ങനെ നമ്മുടെ കൊന്നമരം കണിക്കൊന്ന മരമായി മാറി. ഇതാണ് കണിക്കൊന്നയുടെ ചരിത്രം. എല്ലാവർക്കും കഥ ഇഷ്ടമായോ? കഥ ഇഷ്ടമായെങ്കിൽ നിങ്ങളെല്ലാവരും നിങ്ങളുടെ വീട്ടിൽ എന്ത് ചെയ്യണം? നിങ്ങളുടെ വീട്ടിൽ കണിക്കൊന്ന മരം നടണം. എല്ലാ പ്രാവശ്യവും ഇനി കണി ഒഴുക്കുമ്പോൾ നിങ്ങളെല്ലാം ഈ കഥ എല്ലാവർക്കും പറഞ്ഞു കൊടുക്കുമല്ലോ. ഇനി നമുക്ക് കണിക്കൊന്നയെ പറ്റിയുള്ളൊരു പാട്ട് കേൾക്കാം. എല്ലാവർക്കും പാട്ട് ഇഷ്ടമല്ലേ? പാട്ട് ഇഷ്ടപ്പെടാത്തവരായി അങ്ങനെ ആരും തന്നെ ഉണ്ടാകില്ലല്ലോ. നമുക്ക് പാട്ട് കേൾക്കാം. പൊന്നിൻ കണി കൊന്നാടി മുടി പൂത്തൊരുങ്ങും, സ്വന്തം മീനുങ്ങണ മിന്നൽ കൊടിയാരിവളേ, കനവിലോ കുളിരുമായി വിരിയുമീ മുഖമിനി, മഷിതൊടാമിഴിയിലോ പരലുകൾ പിടയവേ.